ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു കുഞ്ഞു ട്രിപ്പ് പോകുന്നുണ്ട് വയനാട് വരെ. അപ്പോൾ അതിന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള വിശേഷങ്ങളും ഒരു ഷടപടേ എന്നുള്ളൊരു പാക്കിങ്ങും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ നേരത്തെ എണീറ്റ്, നേരത്തെ ഒന്നും പറയാൻ പറ്റില്ല, ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് എണീച്ച് ഞാൻ ടോട്ടോനെ തുറന്ന് വിടുകയാണ്. അവനെ ബോർഡിങ്ങിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. സാധാരണ വൺ ഡേ ട്രിപ്പൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവനെ കൊണ്ടുപോകാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുന്നൊക്കെ ട്രിപ്പാണെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നാമത് അവൻ അടങ്ങി നിൽക്കുന്ന പ്രകൃതിയേ അല്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ആക്റ്റീവാണ് ആൾ. അപ്പോൾ അവനെ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മളിങ്ങനെ നടക്കണം. പിന്നെ മാത്രമല്ല ഹോട്ടൽസിൽ കയറുമ്പോഴും ഷോപ്പിങ്ങിന് കയറുമ്പോഴും എല്ലാം അവനെ നമ്മൾ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ അവനെ ബോർഡിങ്ങിലാക്കിയിട്ടാണ് പോകാറ് കേട്ടോ. അപ്പോൾ അവനെ ഇപ്പോൾ കൊണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവന് കൂട് തുറന്ന് വിട്ടാൽ അവൻ ഫുഡ് കഴിക്കുകയില്ല കേട്ടോ. അവന് ഭയങ്കരമായിട്ട് കളിച്ച് നടക്കുക ചെയ്യുക. ഫുഡ് കഴിക്കാനുള്ള ഒരു വിചാരവും അവനുണ്ടാവില്ല. അപ്പോൾ അവന് ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ട് കൂടെ അടച്ചിരുന്നാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് അവന് ഫുഡൊക്കെ കഴിക്കും. പിന്നെ അവനെ തുറന്ന് വിട്ടാൽ അവൻ മോശം പാസ് ചെയ്യണതും കാര്യങ്ങളൊക്കെ അവൻ പുറത്ത് ചെയ്തോളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ എന്നാൽ വേഗം അവനൊന്ന് റെഡി ആവുമല്ലോ. അപ്പോൾ അവന് അതിന് ശേഷം അവനെ ബോർഡിങ്ങിലൊക്കെ ഒന്ന് ആക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. രാവിലെ തന്നെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്യാണ്. കാരണം പാക്കിങ്, ക്ലീനിങ് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാൻ കുറച്ചൊരു ഭയങ്കര ടെൻഷനാവും എനിക്കെല്ലാം കൂടി ഉണ്ടായാൽ. അതുകൊണ്ട് തന്നെ ഫുഡ് അങ്ങോട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാൻ പിന്നെ വേഗം അടുക്കളയിലേക്ക് വന്നിട്ട് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും മക്കളൊക്കെ ഇപ്പോൾ എണീക്കും. അപ്പോൾ എണീച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് വേഗം ചായ ആക്കിയാൽ പിന്നെ അപ്പോഴേക്ക് ഫുഡും വരും. അങ്ങനെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ചായയായി. അപ്പോൾ ഒരു ഗ്ലാസ് ചായ ആദ്യം ഹസ്ബൻഡിന് കൊണ്ട് കൊടുക്കാം. എന്നാൽ ഹസ്ബൻഡ് ഒന്ന് ഓണായി വരുള്ളൂ കേട്ടോ. ആദ്യം മൂപ്പർക്ക് ചായ കിട്ടണം. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൂമിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും എണീച്ചതിൻ്റെയും ഇതാക്കിയതിൻ്റെയൊക്കെ എല്ലാം ഇവിടെ പരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൂമൊന്ന് ക്ലീൻ ആക്കിയിട്ട് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മക്കൾ താഴെയാണ്. ഞങ്ങൾ ബെഡിൻ്റെ അടിയിൽ തന്നെ ഒരു വേറെ ബെഡുണ്ട്. അതിങ്ങനെ വലിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അവരെ ബ്ലാങ്കറ്റ്സും പില്ലോസും എല്ലാം ഞങ്ങൾ ബെഡിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ ആദ്യം. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി നീറ്റാക്കി വെച്ചു. ബ്ലാങ്കറ്റും സെറ്റാക്കി കേട്ടോ. എൻ്റെ മക്കളും എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കുറേയൊക്കെ അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. എൻ്റെതും മക്കളതും കൂടിയിട്ട് ഒരു പെട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിന് ഇതേപോലത്തെ ഒരു പെട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരതിലാണ് പാക്ക് ചെയ്യുക. അവരധികം ട്രാവലിലും കാര്യങ്ങളിലായതുകൊണ്ട് തന്നെ പെട്ടികളിൽ എസെൻഷ്യലായിട്ടുള്ള ബ്രഷ്, പേസ്റ്റ്, ഇപ്പോൾ എന്തെങ്കിലും സ്കിൻ കെയർ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത്, മരുന്ന്, എക്സ്ട്രാ മരുന്നുകൾ, അത് ചാർജേഴ്സ്, അങ്ങനെ അതൊക്കെ ഓൾറെഡി അവർ പെട്ടിയിൽ ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഇങ്ങനെ യാത്ര പോകണോണ്ട് തന്നെ. അപ്പോൾ അതിലേക്ക് ഡ്രസ്സുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കുക, അങ്ങനത്തെയൊക്കെ ഒന്ന് വെക്കാനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ പിന്നെ ഞങ്ങൾ കൈ കടത്താറില്ല. ആ പെട്ടിയിൽ അങ്ങനെ തന്നെ വെക്കും. ഞങ്ങളതാരതും ഉൾപ്പെടുത്താറില്ല. ഞങ്ങാനും ചെറിയൊക്കെ ഒരു 1-2 സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഇതാക്കി വെക്കും എന്നല്ലാണ്ട് അങ്ങനെ ഞങ്ങളത് വേറെ സെപ്പറേറ്റ് പാക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ഭാഗത്ത് മക്കളതും പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഫുഡ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കളൊക്കെ വിശന്നിരിക്കല്ലേ, മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് ബാക്കി പാക്കിങ് എൻ്റെത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെള്ളപ്പവും ചിക്കൻ സ്റ്റൂ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് പാരഗൺ എന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാരഗണത്തെ വെള്ളപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ കേട്ടോ. അത് മെയിൻലി അവിടെ പോയി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഞാനതൊക്കെ ബൗളിലാക്കുകയാണ്. ഇപ്പോൾ എല്ലായിടത്തും കണ്ടു മക്കൾ നന്നായിട്ട് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള മക്കളാണ് കേട്ടോ. ചില സമയത്ത് വിളിച്ചാൽ വരുമില്ല. അപ്പോൾ ഞാൻ കഴിക്കണമൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു, വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒന്നും വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ, കാരണം ഞങ്ങൾ ഇനി നാളെയല്ലേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എല്ലാം നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ വരുമ്പോൾ ഭയങ്കര സ്മെല്ലാവില്ലേ, എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ബാക്കിയുള്ളതും. അപ്പോൾ എല്ലാം തപ്പി കണ്ടുപിടിച്ച് മക്കളിനി അവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ച് എല്ലാ സ്ഥലത്തും പോയി തപ്പിയെടുത്ത് കൊണ്ടുവന്ന് എല്ലാ പാത്രം കഴുകി അടുക്കള ഫുള്ള് നീറ്റാക്കിയിട്ടോ. ഇനി അടുക്കളയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് ഡ്രസ്സ് ബാക്കി പാക്കിംഗ് ഉണ്ട്, അത് തീർക്കാമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അയൺ ചെയ്തതൊന്നും അല്ല എനിക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഒന്ന് അയൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യാം എന്നുള്ള രീതിയിൽ, കാരണം പാക്ക് അതിൽ വെക്കുമ്പോൾ കുറേയൊക്കെ പിന്നെയും ചുളുങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പെർഫെക്റ്റായിട്ട് അയൺ ചെയ്യണമൊന്നുമില്ല, ജസ്റ്റ് ഒരു അയണിങ്. എന്നിട്ട് നല്ല രീതിയിൽ റോൾ ചെയ്ത് ആണ് ഞാൻ മടക്കുക. ചെറുതാക്കിയിട്ടാണ് ഞാൻ മടക്കുക കേട്ടോ, എന്നാലും എനിക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചിലതൊക്കെ അയൺ ചെയ്ത് തന്നെ ഉണ്ട്, ഞാൻ വെച്ച രീതിയിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ചുളിഞ്ഞതൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തു വെക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ബ്ലൂ ഡ്രസ്സ് തലേന്ന് എൻ്റെ സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ തയ്ച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഞാനിതാ ഇന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലൂ ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചത്. അപ്പോൾ ബാക്കിയുള്ളത് എൻ്റെതൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കോഡ് സെറ്റ്, അത് ഞാൻ ഇന്നലെ വാങ്ങിയതാണ്, പാന്തലൂൺസിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ ജസ്റ്റ് രാത്രി ഇടാനുള്ള ഡ്രസ്സും അണ്ടർവെയർസ് പിന്നെ ഒരു എക്സ്ട്രാ ഡ്രസ്സ് ഇത്ര വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ബാഗിലാണ് ഞാൻ എൻ്റെ സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ വെക്കുന്നത്, സ്ഥിരം കൊണ്ടുപോകാറുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ എക്സ്ട്രാ ഹെയർ ബാൻഡ്, ക്ലിപ്പ്, പിന്നെ ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യണ കോട്ടൺ പാഡ്സാണ് കേട്ടോ. അതൊക്കെ ഓൾറെഡി അതിൽ തന്നെ ഉണ്ട്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ബാഗ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ എല്ലാം ഉൾപ്പെടുത്തൽ, സ്കിൻ കെയറും മേക്കപ്പും എല്ലാം. പിന്നെ കമ്മലുകൾ, ബ്രഷസ്, അങ്ങനെ എന്തുണ്ടെങ്കിലും ഞാൻ ഇതിൽ തന്നെ വെക്കല് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ സ്കിൻ കെയറൊക്കെ വെച്ചു. മേക്കപ്പ് പ്രോഡക്റ്റ്സ് പറഞ്ഞിട്ട് ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, എനിക്ക് സ്കിൻ കെയർ ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെ ഒരു പെർഫ്യൂം, അധികം വീണാൽ പൊട്ടാത്ത രീതിയിലുള്ള പെർഫ്യൂമാണ് ഞാൻ ട്രാവലിങ്ങിന് എടുക്കുക. അത് ഇപ്പോൾ ഞാൻ വെച്ചതൊരു ബോഡി മിസ്റ്റാണ്. പിന്നെ ഞാൻ സ്ട്രോബ് ക്രീമില്ലേ, ഏതിൻ്റെ ആയിരുന്നു, ഫേസസ്, ഏതോ ഒരു ബ്രാൻഡിൻ്റെ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ ഫേസസ് കാനഡയാണ് തോന്നുന്നു കേട്ടോ. സ്ട്രോബ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാറ്, ഇപ്പോൾ എൻ്റെ ഒരു കറൻറ്റ് ഫേവറേറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ സൈഡിലുള്ള ഇതിലാണ് ഞാൻ ഒരു 4-5 ഷെയ്ഡ് ലിപ്സ്റ്റിക്കും വെച്ചിട്ടുണ്ട്, ഒരു ബ്ലഷും വെച്ചിട്ടുണ്ട്. ഈ ഒരു 2 ഇയറിങ്സ് ഞാൻ ഇന്നലെ വാങ്ങിയതായിരുന്നു. അപ്പോൾ അതിന് 2 തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നാളെ വെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള ആ വാട്ടറും വെച്ചു. പിന്നെ കോമ്പാക്റ്റ്, പിന്നെ ഐബ്രോ ഫില്ലിങ്, ആ ഒരു സംഭവം, അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചു കേട്ടോ. അതാ പിന്നെ ഐബ്രോ സ്പൂലി വെച്ചു. പിന്നെ അത് വേഗം ക്ലോസ് ചെയ്ത് വെക്കുന്ന പോലെ കാണിക്കണം കേട്ടോ. പിന്നെ തിരിച്ചെടുത്തിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ ക്രീമൊക്കെ ഓൾറെഡി അതിൽ വെച്ചതുകൊണ്ട് ഞാൻ അതന്നെ എടുത്തിട്ടാണ് ബാക്കി ഞാൻ റെഡി ആവണത് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇന്നലെ രാത്രിയാണ് ഞാൻ കുളിച്ചത്. അപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുണ്ട് കയറിയിട്ട് ഫ്രിസി ആയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ, മുഖത്തേക്ക് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫേസിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗം മാത്രം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നീറ്റായിട്ടിരിക്കും. ഓവർ ആ കേൾസ് പോകുന്ന രീതിയിലൊന്നും ഞാൻ ചെയ്യാറില്ല. ഒന്നാമത് എനിക്ക് ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ ഞാൻ അധികം ഹീറ്റൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അതിന് ശേഷം ഞാൻ ഒരു കമ്മലിട്ടു, ജസ്റ്റ് ഒരു സിമ്പിൾ കേട്ടോ, അല്ലാണ്ട് ഞാൻ ഓവറായിട്ട് ഹെവി ആയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ സ്കിൻ കെയർ, പിന്നെ സൺസ്ക്രീന്,
പിന്നെ ലൈറ്റ് മേക്കപ്പ്, പിന്നെ ലിപ്സ്റ്റിക്കാണ് മെയിൻ. പിന്നെ ഇതാ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോഡി മിസ്റ്റ് തന്നെയായിരുന്നു മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ച് തിമിർക്കുകയാണ് കേട്ടോ ഞാൻ. അതിനുശേഷം മുടിയിലൊന്ന് ഹെയർ സിറം അപ്ലൈ ചെയ്തു. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രോബ് ക്രീം ഇട്ടാൽ ഞാൻ വല്ലപ്പോഴും ഇടാറുള്ളൂ, എല്ലായ്പ്പോഴും ഇടാറില്ല കേട്ടോ. കാരണം അത് തീർന്നു പോയാലോ എന്നുള്ളൊരു സങ്കടമാണ്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഐബ്രോവും ഫില്ല് ചെയ്ത് കോമ്പാക്ട് പൗഡറും ഇട്ട് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് മെയിൻ സാധനം ഇതിട്ടാൽ പ്രത്യേക ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. മുടി ഞാൻ ഇപ്പോൾ അഴിച്ചിടുകയാണ് ചെയ്യുന്നത്. കെണി കെട്ടിയിട്ടാലും കാറിൽ നിന്നിട്ട് ഞാൻ അഴിച്ചിടും കേട്ടോ. എപ്പോഴും എൻ്റെ കയ്യിലൊരു ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് ഇങ്ങനെ എൻ്റെ കൈമുണ്ടാകും, അതാണ് എനിക്കൊരു ശീലം. അപ്പോൾ ഞാൻ അത് ആ ഗ്രീൻ ബാഗും കൂടി എടുത്തു വെച്ച് പെട്ടി പൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റേത് കഴിഞ്ഞു. ഇനി ഹസ്ബൻഡിൻ്റെത് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ ഉടനെ അത് ഷടപടേ എന്നുള്ള ഒരു മാറ്റലുണ്ട്. അപ്പോഴന്നെയാണ് പാക്ക് ചെയ്യുക കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് ഹസ്ബൻഡിൻ്റെ പാക്കിങ് കഴിയും. ഞാൻ ഇത്രയും നേരം എൻ്റേത് പാക്ക് ചെയ്യാൻ എടുത്ത് അത്ര സമയമൊന്നും ഹസ്ബൻഡിന് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എപ്പോഴും ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ എടുക്കുന്ന ബാഗാണ്. അപ്പോൾ അതിലിങ്ങനെ നോക്കിയപ്പോൾ ഏതോ റിസോർട്ടിൽ നിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ എടുത്ത സോപ്പ് ഇങ്ങനെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പണ്ട് പഞ്ചാബൊക്കെ പോയപ്പോൾ അവിടുത്തെ അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോയത്, അവിടുത്തെ എന്തോ ഒരു റിസിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ ഇത്രയും കാലമായിട്ട് എടുത്ത് കളഞ്ഞില്ലേന്ന്. അപ്പോൾ അതൊക്കെ കളയണ സമയമായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഞാൻ അതിൽ ഒരു ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാവില്ലേ, മെഡിസിന്, അങ്ങനെ എമർജൻസി കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ആ ബാഗിലാണ് വെക്കുക കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയും കൂടി എടുത്ത് എല്ലാം സെറ്റാക്കി ഞാൻ വണ്ടിയിൽ കയറ്റുകയാണ്. അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, കണ്ടില്ലേ. അപ്പോൾ ബാക്കിൽ അവർക്ക് പില്ലോയും അവരെ ബ്ലാങ്കറ്റും എല്ലാം വെച്ച് സെറ്റാക്കിയാൽ അവർക്കൊരു ആശ്വാസം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ വൈറ്റ് ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും കാറിൻ്റെ ഉള്ളിൽ ഒരു അടി പ്രതീക്ഷിക്കുക ഉള്ളതുകൊണ്ട് അവർ ബ്ലാങ്കറ്റ് കൊണ്ടൊക്കെ ഫുള്ള് സീറ്റ് കവറൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇരിക്കുന്നത്. അവർ പേടിച്ചിട്ട്, പപ്പേനെ പേടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ വയനാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വയനാട്ടിലേക്ക് പോകുന്നതും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിലൊക്കെ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.